a total of 28 rooms, with water-facing and garden-facing accommodations. Spacious deluxe rooms that face a lush green garden. Well-lit room with television, coach, and all other 5-star amenities. Premium rooms have a beautiful waterfront view. Glass-enclosed bathroom. A mini fridge you can always dig into. Our executive suites are our coziest pride, with a beautiful living space and plush bedroom. These suites are an ideal space to relax. A balcony view that overlooks the backwaters. A majestic bathroom with a bathtub where you can relax and let go of all your stress. എന്താണ് നിന്റെ പേര്? ശേഖരൻ. റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടാണ്. ഹലോ, SI ആണ്, പറഞ്ഞോളൂ. ആ, എന്താ പേര് പറഞ്ഞേ? അഡ്രസ് പറയും. കണക്കന്ത്ര. അച്ഛൻ്റെ പേര് പറയും. വേലായുധൻ. ഓക്കെ സാർ. ശേഖര, നല്ല കൈപുണ്യമാണല്ലോടാ നിനക്ക്. അയാൾ തീർന്നടാ. നീ വിസയും പാസ്പോർട്ടും കൊടുത്തുവിട്ട ആളില്ലേ? അയാള് തന്നെ. ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് പോലീസിന് ഇതിൽ ഇടപെടേണ്ടി വന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ഒരു അവകാശവാദമോ പരാതിയായിട്ടോ വന്നേക്കരുത്. നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് കടുത്ത തീരുമാനം വേണ്ടായിരുന്നു കേട്ടോ. പ്രസിഡന്റ് ഭരണം പഞ്ചായത്തിൽ മതി, ഇവിടെ ഭരിക്കുന്നത് ഞാനാ. ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനി അവരെ ഏറ്റെടുക്കാൻ തയ്യാറാ മാത്രം മതി. ബന്ധുക്കളും പൊതുപ്രവർത്തകരും ഇടപെട്ടു നോക്കി. അവസാനം എംബസി മുഖാന്തരം പോലീസ് ഡിപ്പാർട്ട്മെന്റും. പക്ഷേ അദ്ദേഹത്തിന് ഒരു മകനുണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കൂ. വല്ല പോസിറ്റീവായി നീക്കം വല്ലതും ഉണ്ടായാലോ? പ്രതീക്ഷയില്ല, എന്നാലും ട്രൈ ചെയ്യാം.
ഹലോ, എൻ്റെ ചേട്ടായി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ല ഞാൻ പറഞ്ഞത്. തൽക്കാലം അത് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. ഇത് പറഞ്ഞിനി മേലെ എങ്ങോട്ട് വിളിക്കരുത്. ഓക്കെ, കമോൺ. എന്ത് പറ്റി ബ്രോ? ഏയ് ഒന്നുമില്ല. റെഡി? സ്വന്തം മകനാണ്, ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും മനുഷ്യന്. നാട്ടിൽ നിന്ന് മരുമകനാണ്. നിങ്ങളത് എടുക്ക്. ഹലോ, ഏറ്റെടുക്കാൻ ആളില്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ ഞാൻ പറയാം. ഗൾഫിൽ വെച്ച് സംഭവിച്ചതല്ലേ, തരക്കേടില്ലാത്തൊരു തുക കോമ്പൻസേഷൻ കിട്ടും. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. കാരണം ജോലിക്കിടയിലല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത്. ഏജ് ഓവറുമായി. പിന്നെ നാട്ടിൽ നിന്ന് കയറിപ്പോരാനുള്ള സാഹചര്യം ഞാൻ പറയണ്ടല്ലോ. വിലപേശുകയാണ്, അതും മരിച്ചുപോയ ഈ മൃതദേഹത്തിന് വെച്ച്. ഒട്ടുമിക്ക പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ് ജോണേ. പ്രവാസി എന്നും ഒരു കറവ പശുവാ. കറവ പറ്റിയ പശുവിന് തുല്യാണ് പ്രവാസം അവസാനിച്ച പ്രവാസി. ഏതെങ്കിലും മഞ്ഞ നാട്ടിൽ കിടന്ന് ജീവൻ പോകുമ്പോൾ അതിൻ്റെ എല്ലിനും തോലിനും വരെ വിലപേശും ബന്ധുക്കൾ. ശരിയാണ്. അവസാന ശ്രമം എന്ന നിലയ്ക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതെ, ഒരു ശ്രമം. അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ കിട്ടണം. നാട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് എന്താ ഇങ്ങനെ അവസ്ഥ ഉണ്ടായത്? വർഷങ്ങൾ ഒരുപാടായി അബുക്ക ഗൾഫിലെത്തിയിട്ട്. എല്ലാ പ്രവാസികളുടെയും ആഗ്രഹം പോലെ ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയണമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം നാട്ടിലേക്ക് വിമാനം കയറിയത്. പക്ഷേ സുഖല്ലേ മോളെ? എന്ത് കോലത്, തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയില്ലോ. വല്ലാണ്ട് ക്ഷീണിച്ചു പോയി നിങ്ങള്. വയസ്സ് 10-65 ആയില്ലടി. പിന്നെ ഗൾഫിലെ ചൂടും അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. വാ, ഗൾഫൊന്നും നാടുന്നൊന്നുമില്ല. സ്ഥിതി വളരെ മോശമാണ്. ഒന്നാമത് ആളുകളുടെ കയ്യിൽ കാശുമില്ല. കാശുള്ളവനാണെങ്കിൽ അതോട്ട് ഇറക്കാനോട്ട് മടിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 5-6 മാസമായിട്ട് വർക്കൊന്നും നടക്കുന്നില്ല. ഏറ്റെടുത്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ 4-5 ഉറുപ്പിക വേറെ വേണം. സിയാദേ, ബാപ്പ വന്നത് കണ്ടില്ലേ നീ? നീ എവിടെയായിരുന്നു ഇതുവരെ? എയർപോർട്ടിലേക്കും കണ്ടില്ലല്ലോ. വാ, വന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. എന്താ ഇത്ര വലിയ ആലോചന? അവനെന്താ പറ്റി? അതിപ്പോ എന്നോടാണോ ചോദിക്കുക? അപ്പൊ നീയല്ലേ ഇവിടെ ഉള്ളത്? ഞാൻ പിന്നെ ആരോടെ ചോദിക്കുക? അപ്പൊ ഓരോ കാര്യത്തിൽ നിങ്ങക്ക് ദണ്ണൊന്നുമില്ല? എടി, 2 പ്രാവശ്യം ഞാൻ അവനെ കൊണ്ടുപോയതല്ലേ വിസ എടുത്തിട്ട്. എന്നിട്ട് അവിടെ തല്ലുണ്ടാക്കി പോന്നതല്ലോ ഓൻ. അവന് കാശ് ലേശം വേണമെന്ന് പറയുന്നുണ്ട്. എന്തോ തുടങ്ങാനാണ്. ഹസീന, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ വീടിന്റെ പണി തീർക്കാണ്ടിരിക്കോ? എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിയിട്ട് വേണം
ഇനി നാട്ടിലൊരു തൊഴിൽ തുടങ്ങാൻ. അപ്പൊ നിങ്ങൾ ഇനി തിരിച്ചു പോണില്ല? ഇല്ല സീന, ഇനിയുള്ള കാലം നാട്ടിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കഴിക്കാൻ ലേശം ഭക്ഷണം തരും. എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ. പൈസ ഇല്ലാണ്ട് എങ്ങനെ തരിക? വൈകിട്ട് ഞാൻ കൊണ്ടുതരാം. ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ചേട്ടൊന്ന് മാറി നിൽക്കും. അല്ല ബുക്ക, ഈ അറബികള് പുതിയ വാറ്റൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കേട്ടല്ലോ. എന്റെ സുഖട്ടാ, അത് നിങ്ങൾ വിചാരിക്കുന്ന സാധനല്ലത്. അത് ഈന്തപ്പന വീട്ടിലൊരു പാനീയാണത്. അതൊരു കൂൾ ഡ്രിങ്ക്. അത് ശരി, അറബികള് ഈന്തപ്പനന്ന് പാറ്റണ്, നമ്മള് തെങ്ങിന്ന് ഊറ്റണ്. അത് ഞാൻ പറഞ്ഞതാ കുഴപ്പം. അല്ലെങ്കിലേ അവന് പാറ്റിന്റെ വിചാരം മാത്രമുള്ളോ? വേണ്ട, അയാൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഷിജിത്തോട് ഗുജരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സുൽത്താൻ്റെ അടുത്താണ്. പൂത്തൻ വീട്ടിൽ അബൂബക്കർ മകൻ സുൽത്താൻ. ജന്മനാൽ സുൽത്താൻ അസുഖബാധിതനാണ്. സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നാളിതുവരെ അവൻ്റെ ചികിത്സ നടന്നിരുന്നത്. ഇന്നിപ്പോൾ സുൽത്താൻ മാരകമായൊരു അസുഖത്തിൻ്റെ പിടിയിലാണ്. ഇരുവൃക്കകളും തകരാറായിരിക്കുന്നു. തുടർ ചികിത്സയ്ക്ക് വേണ്ടി നല്ലൊരു തുക വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. സുൽത്താൻ ജനിക്കും മുൻപേ ബാപ്പ അവനെ ഉപേക്ഷിച്ചു പോയി. വളരെ കഷ്ടപ്പെട്ടാണ് ഉമ്മ സുഹറ അവനെ നോക്കി വളർത്തിയത്. സുൽത്താനെ നമ്മൾ കൈവിടരുത്, ചേർത്ത് പിടിക്കണം നാം. എനിക്ക് എൻ്റെ മോനും ആരുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. എൻ്റെ മോനെ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം. വാപ്പാ, വാപ്പാ, വാപ്പാ. ഒരു മേജർ അറ്റാക്കാണ് വന്നു പോയത്. പുള്ളിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യത്തിൽ നിന്നും അദ്ദേഹം ഒന്ന് വിട്ടു നിൽക്കട്ടെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ വാപ്പ? ഈ വയ്യാത്ത ആളിപ്പോ എങ്ങോട്ടാ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ മോളെ?
ലേശം ദൂരം വരെ ഒന്ന് പോകാം. പഴയ കടവൊക്കെ പോയി, പാലം വന്നൂലേ? ആ വികസനം വരില്ലേ നാട്ടില്. സുഹ്റ, നാളെ വരാന്ന് പറഞ്ഞു പോയ ആളല്ലേ, ഇപ്പൊ ഒരാഴ്ചയായി കണ്ടിട്ട്. മനഃപൂർവ്വം അല്ല മോളെ, ഇത്തിരി തിരക്കിലോട്ട് പോയി, അതുകൊണ്ടാ. ഓ, നാട്ടില് വലിയ സുൽത്താനല്ലേ നിങ്ങളെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല കേട്ടോ. ആര്? നമ്മുടെ കാതിര്. ആളുടെ നോട്ടവും ഭാവവും അത്ര പന്തിയല്ല. എന്തു പറ്റി? ഏയ്, അവൻ അങ്ങനൊന്നല്ലല്ലോ, പാവാണല്ലോ. ഓ സുറ, ഈ ഒന്ന് കണ്ണടച്ച, ഞാനൊരു സമ്മാനം തരാം. അപ്പൊ നാട്ടുകാര് പറയണതൊക്കെ വെറുതെ അല്ലേ? നാടക്കടി കുടിയിൽക്ക് കുടി ചെല്ലട്ടെ, ഞാൻ കോട്ടി തരാടി. ചാരാ, എന്താണ് എന്റെ ഉദ്ദേശം? പെറ്റുമില്ലാത്തതിന്റെ കുറവ് അറിയിക്കാണ്ട് വളർത്തിയതാവളെ ഞാൻ. ഓൾക്ക് എന്തെങ്കിലും പേരുദോഷം വന്നാ വെച്ചില്ല എന്നെ ഞാൻ. വെറുതെ ഒരു നേരം പോക്കിന് സ്നേഹിച്ചതല്ല ഞാൻ അവളെ, ആത്മാർത്ഥമായിട്ട് തന്നെ. ഓളെനിക്ക് നിക്കാഹ് ചെയ്തു തരണം. നോക്കിക്കോളാം ഞാൻ പൊന്നുപോലെ. എൻ്റെ മകൾ സുഹറ എന്നവളെ ഈ കാണുന്ന സ്വർണ്ണാഭരണം മഹറായി സ്വീകരിച്ച് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ സുഹറ എന്നവളെ ഈ കാണുന്ന സ്വർണ്ണാഭരണം മഹറായി തന്ന് എനിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു തന്നതിന് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എത്തിയാലൂട്ടം കത്തയക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നിന്റെ കൈയും പിടിച്ച് വാപ്പാന്റെ മുന്നിലോട്ട് കയറിച്ചല്ല. ഇറക്കി വിട്ടാലും നമുക്ക് ജീവിക്കണ്ടേ? ഇനി ഇവനാണ് നമ്മുടെ സുൽത്താൻ. ഇവനെ നീ സുൽത്താനായി തന്നെ വളർത്തണം. സ്ഥലത്തിട്ടോ, സ്ഥലത്തി ഈ കാതരാജി ഭാഗത്തുണ്ട്. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം. എന്നെ മനസ്സിലായ? എന്നിട്ട് മനസ്സിലായില്ല. ഞാൻ അബൂബക്കറാടാ, എൻ്റെ പഴയ ചങ്ങായി അബു. ആ അബു, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ എവിടെയായിരുന്നു? ഞാൻ 10-30 കൊല്ലം ഗൾഫിലായിരുന്നു. നീ എങ്ങനെ എന്നെ കണ്ടെത്തി? നാട്ടിലെ പ്രമാണിയും മരക്കച്ചവടക്കാരനുമായ കാദർ കുട്ടിയാജിയെ കണ്ടെത്താനാണോ പ്രയാസം? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. കൊല്ലം 10-30 പിന്നെ നീ ഗൾഫിൽ പോകുമ്പോ അവള് ഗർഭിണിയായിരുന്നു. പ്രസവത്തിന് മുമ്പ് കുഞ്ഞു മരിച്ച്. അതിന്റെ പേരിലല്ലേ നീ അവളെ ഒഴിവാക്കിയത്? ഓളെ ഞാൻ ഒഴിവാക്കിയെന്നുള്ള നേരം, പക്ഷെ എൻ്റെ കുഞ്ഞു മരിച്ചിട്ടില്ല. അവൻ എന്നും ജീവിച്ചിരിക്കും, ഒരു ജീവച്ചവമായിട്ട്. എവിടെയോ എന്തൊക്കെയോ ചതികൾ നടന്നിട്ടുണ്ട്. എനിക്കെൻ്റെ മോനെ വേണം. എനിക്ക് അവനെ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിന്റെ സഹായം എനിക്ക് വേണം കാതൽ. ഇത്രയും കാലം ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ പേരിലുള്ള ആകെയുള്ള ഒരു സ്വത്താണിത്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്തിന് ന്യായമായൊരു വില തന്ന് നീ ഇതങ്ങ് തീരാക്ക്. കാതൽ, ആ പണം കിട്ടിയിട്ട് വേണം എൻ്റെ മോഹന്റെ ചികിത്സ തുടങ്ങാൻ. മരക്കച്ചവടമൊക്കെ ഇപ്പൊ വലിയ നഷ്ടത്തിലാ പോണേ. സ്ഥലെടുപ്പൊന്നും ഇപ്പോ തൽക്കാലം ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്തായാലും തൽക്കാലം നീ ചെല്ല്. എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എന്നെ കൈവിടരുത്. നാട്ടിൽ വേണ്ടപ്പെട്ടവരായിട്ട് എനിക്ക് മറ്റാരുമില്ല. പോകാം. വാപ്പ നേരം വരെ എവിടെയായിരുന്നു? ഡോക്ടർ പറഞ്ഞതൊക്കെ മറന്നോ? പഴയൊരു ചങ്ങായിനെ കണ്ട് സംസാരിച്ചിരുന്നു. വയ്യാത്ത ആളാന്നുള്ള ഓർമ്മ വേണം കേട്ടോ. ആ, ടൗണിൽ കിടക്കുന്ന കണ്ണായി സ്ഥലത്തിന് നക്കാപ്പിച്ച വില. ഈ വിലയ്ക്കൊന്നും ഞാൻ തരില്ല. എൻ്റെ ചങ്ങാതി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റൊന്നും അവിടെ ഇല്ല. ഈ വിലക്കാണെങ്കിൽ നാളേക്ക് നാളെ തീരണം. ഓ ശരി ശരി, നിങ്ങളുടെ ഭൂമി നിങ്ങൾ വിറ്റോ. പിന്നെ ഈ സെബാസ്റ്റ്യൻ അറിയാണ്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇവിടെ കച്ചവടം നടക്കില്ല. അപ്പൊ അത് നടക്കൂലല്ലേ സെബാസ്റ്റ്യ? എനക്ക് തിന്നാൻ കിട്ടാത്തത് വേറൊരുത്തിനും തിന്നണ്ട. തീറ്റിക്കിലി ഖാദർ ഹാജി. അവന് പണ്ടേ ലേശം വകതിരി കുറവാ. നിങ്ങളെ നന്മ കരുതിയാ ഞാനിതൊക്കെ പറയുന്നത്. ഇതൊന്നും ഞാനാ പറഞ്ഞതെന്ന് അവനോട് പറയണ്ട. നിങ്ങൾ അനുഭവിക്കേണ്ട മുതല് അന്യാധീനപ്പെട്ട് പോണ കണ്ടപ്പോ ഒരു പെടപ്പ്. ഹാജിയാരിവിടെ ഇല്ല, മില്ലിൽ കാണും. ഞാൻ മില്ലിൽ പോയിരുന്നു. വീട്ടിലേക്ക് പോന്നു എന്നാ പറഞ്ഞത്. പലവട്ടം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇത് അബൂക്ക അല്ലേ? അബൂക്ക, ഞാൻ ആബിദയാണ്, നിങ്ങളുടെ പഴയ കെട്ടിയോള്, സുഹറാന്റെ കൂട്ടുകാരി. ആബിദ, നീ ഇവിടെ? ഞാൻ കാദറാജിന്റെ കെട്ടിയോള്, കെട്ടിയോളുമാരിൽ ഒരുവൾ.
നീ എന്താ ആബിദായി പറയുന്നേ? സുഹറാനെയും മോനെയും കണ്ടെത്താനാണെങ്കിൽ നിങ്ങൾ കാദറാജിൻ്റെ കൂട്ട് തേടണ്ട. ആളുകളെ ചതിക്കും, അതാ ശീലം. അന്ന് രഹസ്യമാക്കി വെച്ച സുഹറയുമായുള്ള നിക്കാഹ് നിങ്ങളുടെ ബാപ്പാനെ അറിയിച്ചത് കാദർകുട്ടിയായിരുന്നു. കാരണം ആൾക്ക് സുഹറയിലൊരു കണ്ണുണ്ടായിരുന്നു. തന്ത്രശാലിയായ നിങ്ങളുടെ ബാപ്പയും ചതിയനായ കാദർക്കയും ചേർന്ന് അന്നൊരു തീരുമാനമെടുത്തു. നിങ്ങളെ തമ്മിൽ ഒരിക്കലും ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കരുതെന്ന്. അതിന് ആദ്യം അവർ ചെയ്തത് ഒരു വിസ എടുത്ത് അബുക്കെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുകയാണ്. പിന്നീട് നിങ്ങളുടെ ബാപ്പ കാദർകുട്ടിക്ക് വേണ്ടി എന്നെ പെണ്ണ് ചോദിച്ചു. ആദ്യം ബാപ്പ അതിന് സമ്മതിച്ചില്ലെങ്കിലും അവർ രണ്ടാളുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി എൻ്റെ സമ്മതം പോലും ചോദിക്കാതെ നിക്കാഹ് നടത്തി. കാദർകുട്ടീൻ്റെ ലക്ഷ്യം എൻ്റെ ബാപ്പാൻ്റെ സ്വത്തായിരുന്നു. സുഹറയ്ക്ക് എഴുത്തും വായനയും അറിയാത്തതിനാൽ ഗൾഫിൽ നിന്നും വരുന്ന നിങ്ങളുടെ കത്തുകൾ വായിച്ച് കേൾപ്പിച്ചിരുന്നതും അതിന് മറുപടി എഴുതിക്കൊണ്ടിരുന്നതും ഞാനായിരുന്നു. നിങ്ങൾ ഓൾക്കെഴുതിയുന്ന കത്തെല്ലാം ഷിബായിനെ സ്വാധീനിച്ച് കാദർകുട്ടി കൈക്കലാക്കി പൊട്ടിച്ചു വായിച്ച് കീറിക്കളയും. എന്നിട്ട് എന്നെക്കൊണ്ട് ഓൻ പറയുന്ന മാതിരി എഴുതിക്കും. അവസാനം ഗൾഫിൽ നിന്ന് വരുന്ന കത്തെല്ലാം കാദർകുട്ടി നശിപ്പിച്ച് കളഞ്ഞിരുന്നു. സുഹറാൻ്റെ വയറ്റിൽ വളർന്നിരുന്ന കുഞ്ഞ് ചാപ്പിള്ളയാണെന്നും നിങ്ങളെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബന്ധത്തിന് സുഹറാൻ്റെ ബാപ്പയ്ക്ക് താല്പര്യമില്ല എന്നും ഓൾക്ക് മൊഴി നൽകണമെന്നും എന്നെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി എഴുതിച്ച്. അങ്ങനെ അവർ വിചാരിച്ച കാര്യം എളുപ്പത്തിൽ സാധിച്ചെടുത്തു. നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതം തകർത്തതിൽ അറിഞ്ഞോ അറിയാതെയോ എനിക്കും പങ്കുണ്ട്. അതുകൊണ്ടാവും പഠിച്ചോൻ എനിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള വിധി നൽകാഞ്ഞത്. എവിടെയായിരുന്നു ഇത്ര നേരം? ഓ, പഴയ കാമുകീനെ കാണാൻ പോയതാവൂലേ? അതോ ചാകാൻ കിടക്കണ മകന്റെ സുഖം തിരക്കാനോ? ഇത് കണ്ടിട്ടല്ലേ നിങ്ങളുടെ അഹങ്കാരം? ഇനി ഇത് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോലില്ല. വീട്ടിൽ നിന്നും അടിച്ചിറക്കപ്പെട്ട അബുക്ക പീഡകത്തിണ്ണയിലും തെരുവിലും ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു. പതിവ് പോലെ ഒരു ദിവസം രാത്രി ഒരു കടയുടെ വരാന്തിയിൽ അന്തിയുറങ്ങാനെത്തിയതായിരുന്നു അബുക്ക. അവിടെ വെച്ച് അബുക്കയെ ഒരാൾ കണ്ടെത്തി. ഏയ്, ആരാത്? അവിടെ കിടക്കാൻ പറ്റില്ല കേട്ടാ. അബുക്കല്ലേ ഇത്? അബുക്ക ആരാ? ഞാനാണ് ശേഖരൻ. എന്ത് പറ്റിയ അബുക്ക? എന്താ ഇവിടെ? ശേഖര, തീർന്നുവല്ല. എന്നെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ആരുമില്ല ശേഖര. എന്ത് പറ്റി? എന്തുണ്ടായ?
ഇന്നൊരു കാലി ചായ കുടിക്കാൻ പോലും ഗതിയില്ലാത്തവരായി പോയി ഞാൻ. എന്റെ പാസ്പോർട്ട് അവർ പിടിച്ചു വെച്ചിരിക്കും. വിസയുടെ കാലാവധിയും തീർന്നിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോയി രക്ഷപ്പെടായിരുന്നു. രാത്രി നിനക്കെന്താ ഇവിടെ കാര്യം? പൈസ ചോദിച്ചപ്പോൾ ഇവിടെ വരുന്നത് എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ നിങ്ങളുടെ കാശിനൊന്നല്ല. ഇപ്പോൾ ശേഖരൻ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുക. തങ്ങളെ ആ വിസയും പാസ്പോർട്ടും കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യനെ വലിയ ഉപകാരമായിരുന്നു. എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഓ, അപ്പോൾ ഇതാണ് നിന്റെ മാന്യമായ തൊഴില്, ഗുണ്ടായിസം. ഇറങ്ങടാ, ഇറങ്ങടാ വെളിയിൽ. ചെല്ല്. മോൻ പേടിക്കണ്ട, ശേഖരൊന്നും ചെയ്യില്ലേ. കണ്ണുരുട്ടിയും കത്തികാട്ടിയും ശേഖരൻ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പഴയ കാലം. ഇന്ന് ശേഖരൻ കത്തിയെടുത്തത് നല്ലൊരു കാര്യത്തിനായിരുന്നു. അതിലെനിക്ക് സന്തോഷമുള്ളൂ. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ശേഖരൻ നേരിടും. ആരുടെയൊക്കെയോ സഹായം കൊണ്ട് അബുക്ക ഗൾഫിൽ തിരികെ എത്തി. അന്ന് രാത്രിയിലാണ് അബുക്ക എല്ലാ കാര്യങ്ങളും എന്നോട് വിവരിച്ചത്. എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി ഏർപ്പാടാക്കി തരണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. കിട്ടുന്ന വരുമാനം കൊണ്ട് മകൻ്റെ ചികിത്സ നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. രാത്രി ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത്. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഞങ്ങൾ കേട്ടത് അബുക്കയുടെ മരണ വാർത്തയാണ്. ഹലോ, ആ അതെ, താങ്ക് യു. ഓക്കെ, നാട്ടിൽ നിന്നാ അവർ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ ഹലോ, ഞാൻ ഷറഫുദ്ദീൻ കാവരശ്ശേരി, UAE നിന്നാണ്. വിഷമമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ നീ ബാപ്പാനെ കാണണമെന്ന് പലവട്ടം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അതും ഇതും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഇന്ന് നിനക്ക് നിന്റെ ബാപ്പാനെ വേണം, ജീവനോടെയല്ല, മയ്യത്തായിട്ട്. ഹലോ,
السؤال اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم ألهمه الجواب اللهم جاف القبر عن جنبيه اللهم جاف القبر عن جنبيه اللهم اغفر له وارحمه اللهم اغفر له وارحمه سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم. പ്രിയമുള്ളവരെ, തുടർ ചികിത്സ നടത്തി മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു അബൂക്കയുടെ അന്ത്യാഭിലാഷം. അതിന് കാത്തു നിൽക്കാതെ അദ്ദേഹം നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. അബൂക്കയുടെ ആഗ്രഹം നമ്മളെക്കൊണ്ടാകും വിധം നിറവേറ്റുന്നതിന് വേണ്ടി സ്വരൂപിച്ച ഒരു തുക നാട്ടിലെ കുടുംബത്തിനെ ഏൽപ്പിക്കാൻ പ്രവാസി കൂട്ടായ്മയുടെ പേരിൽ ജോൺ കുറുവത്തിനെ ചുമതലപ്പെടുത്തുകയാണ്. ചെക്ക് കൈമാറുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ജീവകാരുണ്യ പ്രവർത്തകൻ ശ്രീ ഷറഫുദ്ദീൻ കാവരശ്ശേരിയെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഈ പുത്തൻ വീട്ടിൽ ആ പോണ ആംബുലൻസിനെ പുറകെ പറ്റുമോ? അതങ്ങോട്ട് പോകാം. ഓക്കെ ഓക്കെ, താങ്ക് യു. കാണണമെങ്കിൽ നേരെ പള്ളിയിലേക്ക് പൊക്കോ. അല്ലക്ക, ഓനെ എവിടെ മറവ് ചെയ്യണ? ഓന്റെ വാപ്പാന്റെ തൊട്ടടുത്ത് മറവ് ചെയ്യുന്ന ഓന്റെ ഒസിയത്ത്.